ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് നല്ല അയിലമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അമ്മയാണെങ്കിൽ പണിക്കും പോയിട്ടാ നമുക്ക് പലഹാരത്തിന് ഓർഡറോ ഒന്നുമില്ല, അധികമോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ദിവസം കൂടിയാന്നേ. അമ്മ മീനെല്ലാം മുറിച്ച് വൃത്തിയാക്കുമ്പോഴേക്കും ഞാൻ മീൻകറിക്ക് വേണ്ട ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി. കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല കട്ടിച്ചാറുള്ള കൊടമ്പുളി ഇട്ട അയിലമീൻ കറിയാണ് കേട്ടാ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി ഇതുപോലെ മുറിക്കാതെ മുഴുവനായിട്ട് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിന്റെ കളറൊന്ന് മാറി തൊലിയൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വീണ്ടും ആ ചട്ടിയിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. പിന്നെ തക്കാളിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് വഴറ്റിയ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത മസാലയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ അമിത നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടിയെല്ലാം മൺചട്ടിയിലാണ് കേട്ടാ. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മിക്സിയിൽ അരച്ചെടുത്ത ആ മെയിൻ സാധനം ഇല്ലേ നമ്മളെ മസാല അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓൾറെഡി നമ്മൾ മൂപ്പിച്ചതിന് ശേഷമാണ് അരച്ചെടുത്തത്, എന്നാലും കൂടി കുറച്ച് സമയം എണ്ണയിൽ വഴറ്റി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 3 കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളക്കുന്നവരെ കാത്തിക്കണം. അതിന് ശേഷം അമ്മ അരവിന് ഉപ്പലുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇനി വേണം നമുക്ക് മീനിന്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാൻ. മീനിന്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളക്കുന്നവരെ കാത്തിക്കുക. അപ്പോൾ ഇതിന്റെ ലോങ് വീഡിയോ നമ്മളെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടൊന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മളെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കണം. പിന്നെ കയ്യിലിടാൻ പാടില്ല, ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇത് വാങ്ങിച്ചേ ഇത് പിന്നെ തണിഞ്ഞ മണ്ണിൻ്റെ അട്ടിയല്ലേ, തണിഞ്ഞാൽ നല്ല സെറ്റായി വരും. കുറുകിയിട്ട് ഇതിനേക്കാളും വെള്ളമെല്ലാം വറ്റിപ്പോവും. ഇപ്പോഴേ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഒന്നും കറി ഉണ്ടാവില്ല. ഇപ്പം നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണിക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടാവും. അതെ, അപ്പോൾ കറി തണിയുമ്പോൾ നല്ല കുറുകി നല്ല കട്ടിച്ചാറോട് കൂടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാൻ അതിൻ്റെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോറും മീൻകറിയും പിന്നെ നമ്മളെ അമ്മേൻ്റെ അടുക്കള തോട്ടത്തിൽ നിന്ന് പറിച്ച നല്ല വഴുതനങ്ങയും പയറും വെണ്ടയ്ക്കെല്ലാം മിക്സ് ആയിട്ട് ഒരു വറവും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിയിട്ട് അമ്മയും ഞാനും ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനി, നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ.